കൂട്ടത്തെ, ഇസ്ലാമിൻ്റെ ഈ കൂട്ടത്തെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് അവർ വിജയിച്ചു, മറ്റവർ പരാജയപ്പെട്ടു. ഈ സംഭവം തന്നെ പോരെ നിങ്ങൾക്ക്? ഇതിനപ്പുറത്ത് വേറെ സംഭവം വേണോ? ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ളവർക്ക്, കണ്ണ് പോരാ മൂന്നാം കണ്ണുള്ളവർക്ക്, കണ്ണുണ്ടായാൽ പോരാ കാഴ്ചയുള്ളവർക്ക്, കാഴ്ച ഉൾക്കാഴ്ചയായി മാറുന്നവർക്ക് ഇത് വലിയ ഉദാഹരണമല്ലേ എന്ന് ഉദാഹരണ സഹിതം എക്കാലത്തെയും നിഷേധികൾക്ക് ശക്തമായ വാണിംഗ് നൽകുകയാണ് ഖുർആൻ. ബദർ യുദ്ധം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാലോ എന്താ സംഭവിച്ചതെന്ന്. മാനം കെട്ടുപോയില്ലേ ആ കൂട്ടർ? വെറും 313-14. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എണ്ണത്തുമൊക്കെ മുറുകെ പിടിച്ച് എണ്ണ നോക്കി നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം, എണ്ണത്തിനൊന്നും കൃത്യതൊന്നുമില്ല. 313 ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. 314. അങ്ങനെ 313 അപ്പം ഉണ്ടാക്കി തിന്നിട്ട് കാര്യമില്ല. 314 ഉണ്ടാക്കിയാൽ രക്ഷപ്പെടും? ഒന്നും രക്ഷപ്പെടില്ല. അപ്പം ഉണ്ടാക്കാൻ പോകണം വിചാരിച്ചാൽ മതി, എണ്ണം തയ്ച്ചിട്ട് സാധാരണ കഴിക്കള്ള ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ അപ്പോൾ 313-314 അങ്ങനെയുള്ളൂ കണക്ക്. ഉസ്താദുമാർക്ക് അപ്പം തിന്നാൻ പൂതിയാകുമ്പോൾ ഓരോന്ന് പഠിപ്പിക്കുന്നതാ. ഇപ്പോൾ ഷുഗറും പ്രഷറായപ്പോൾ ഈ തീറ്റ കുറഞ്ഞുകൊണ്ട് അപ്പം വല്ലാതെ കാലുമ തടയുന്നില്ല. അല്ലെങ്കിൽ പള്ളിക്ക് വരാൻ പറ്റുമോ അപ്പം കൊണ്ട്? റമദാൻ 17 എന്തായാലും ഷുഗർ കൊണ്ട് അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. ഈ വക സാധനമൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ. ഉസ്താദുമാർക്കാണ് ഇതെല്ലാം വരിക. അപ്പോൾ ഈ പറഞ്ഞൊരു 313-14 എന്നുള്ള വിഷയം ആ തർക്കമാണ്, ആർക്കും ഒരു ഉറപ്പില്ല. എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയ സംഘം അത് ബദരീങ്ങളുടെ എണ്ണം തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. 313-314. ആ ചെറു സംഘം അത്ഭുതകരമായ വിജയമാണ് നേടിയത്. ഇവരോ മാനം കെട്ടു. അവർ വലിയ ഹാലളക്കത്തിൽ അറുക്കാൻ ഒട്ടകങ്ങൾ കൂടെ, കുടിക്കാൻ മദ്യം, കഴിക്കാൻ ഭക്ഷണം, നൃത്തം ചവിട്ടാൻ സ്ത്രീകൾ, സന്നാഹം, സൈന്യം, ഫോളോ അപ്പിന് വേറെ കൂട്ടർ, വിവരങ്ങൾ കൈമാറാൻ പിന്നെയും സംവിധാനം. ഒരു വലിയ സംവിധാനമാകുന്ന മക്കയും പരിസരത്തൊക്കെയുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി ആശംസാവചനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാ. അവിടുത്തെ സകല മക്ബറകളിലും സകല ഔലിയാക്കന്മാരുടെ അടുത്തും ഭയങ്കര പൂജ. ഏത് മക്കത്ത്? അങ്ങനെയാണ്. ഇതൊക്കെ നടന്നിട്ടാണ് എന്താ സംഭവിച്ചത്? അവരങ്ങ് തുന്നം പാടി. 70ഓളം പേർ മരിച്ചു, പ്രഗത്ഭർ ഉൾപ്പെടെ. 70 പേർ പ്രഗത്ഭ ബന്ദികളായി, തോറ്റോടി, നാണം കെട്ടുപോയി. ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വലിയ തുക ദണ്ഡം കൊടുത്തതിനാൽ, പിഴ അടച്ചതിനാൽ അവർ സാമ്പത്തികമായി തകർന്നു, അഭിമാനവും തകർന്നു. അവർക്ക് ജസീറത്തുൽ അറബിലൊരു പേരുണ്ടായിരുന്നു, തകർന്നു പോയി. അവരുടെ യാത്രാ സംഘത്തിന് സ്വസ്ഥമായി പോകാൻ പറ്റാതെ, മദീന ജയിച്ചിരിക്കുക, അതിൻ്റെ പരിസരത്ത് കൂടി എങ്ങനെ സ്വന്തമായിട്ട് പോകാൻ പറ്റും? അത്രയും ഭീതിയായി. ഇവരോട് സഖ്യമുണ്ടാക്കിയിരുന്ന പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇവരുടെ സഖ്യം മുറിച്ച് മദീനയുമായി സഖ്യം ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയങ്കര അത്ഭുതം. അതുതന്നെ പോരെ നിങ്ങൾക്ക് പാഠം? ഇവരുടെ ആൾബലം എന്തായി? ഇവരുടെ അംഗബലം എന്തായി? ഇവരുടെ സാമ്പത്തിക ശേഷി എന്തായി? അവിടെ കരുത്തുറ്റ വീരശൂര പരാക്രമികളുടെ സന്താനങ്ങൾ എന്തായി എന്ന് ചോദിക്കാം. വലിയ പാഠമാണ്. അതാണ് അള്ളാഹ്, അതാണ് തമ്പുരാൻ്റെ സുന്നത്ത്. പക്ഷേ ഇത് കഥ പറഞ്ഞിട്ട് കിസ്സ പറഞ്ഞ് ഹലം കൊള്ളാൽ വിജയിക്കൂല. ഇതിനർഹരാവണം. അപ്പോൾ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബദരീങ്ങളുടെ എണ്ണവും ബദരീങ്ങളുടെ പേരിലെ തീറ്റയും ബദരീങ്ങളുടെ ശുപാർശയും പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ 4000 എത്താൻ പറ്റാത്ത ഒരുത്തരുടെ പേര് പറയരുത്. ജീവിത വിശുദ്ധി കൊണ്ട് തമ്പുരാന്റെ സഹായത്തിന് അർഹരായ മണ്ണിൽ നിൽക്കുന്ന പച്ചയായ മനുഷ്യരായിരുന്നു അവരെങ്കിൽ, ജീവിത വിശുദ്ധി കളഞ്ഞു കുളിച്ചിട്ട് ആരൊക്കെയോ കൂട്ടുപിടിച്ച് അവിടെ രക്ഷപ്പെടാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വ്യാമോഹികളായ ഈ വ്യാജ വിശുദ്ധന്മാർ, അവർ ബദരീങ്ങളുടെ പേര് പറയരുത്. അവർക്കതിന് അർഹതയില്ല. അവരത് പറയുമ്പോൾ പറയരുത് എന്ന് പറയാൻ സദസ്സിന് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. മിണ്ടരുത് താങ്കൾ. ഈ തരികിട തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയ താങ്കൾക്ക് ബദരീങ്ങളെ പറയാൻ എന്തുണ്ടോ അർഹത ചോദിക്കാൻ പറ്റണം. അതിനുള്ള ബുദ്ധിയില്ലാതെ പോയതാണ് ഈ സമുദായത്തിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് വൃത്തികെട്ടവന്മാർ ഈ സമുദായത്തിലെ നേതാക്കന്മാരായത്. മിണ്ടരുത് താൻ, തനിക്കെന്ത് യോഗ്യതയുണ്ട് ബദരീങ്ങളെ കുറിച്ച് പറയാൻ എന്ന് ചോദിക്കാൻ ആളില്ലാതെ പോയി ഈ സമുദായത്തിൽ. വിശുദ്ധനായ ഉമർ, ഭരണം കയ്യിൽ കിട്ടിയിട്ടും വിശുദ്ധി കാത്തുസൂക്ഷിച്ച ഉമർ, കഴിഞ്ഞ 2 ഖുതുബയിൽ കേട്ടതുപോലെ നീതിയുടെ പര്യായമായ ഉമർ, നീതി നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വമായ ഉമർ,
ആ ഉമറിന്റെ കുപ്പായത്തിന്റെ നീളം ഇത്തിരി നീണ്ടുപോയപ്പോ ആ ഉമറിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച പാരമ്പര്യമാണ് ഈ സമുദായത്തിന്റെ പാരമ്പര്യമെങ്കിൽ, ശുദ്ധ വൃത്തികേടിൽ അന്യായം കാണിച്ച് തരികിട തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമുദായത്തിൽ മൗലവിമാരും ഉസ്താദുമാരും നേതാക്കന്മാരുമായി വിലസുന്ന മുമ്പിൽ പഞ്ചപുച്ഛമടക്കിയിരിക്കുന്നവരെ, അവിടെ കൈ പിടിച്ച് മുത്താൻ മത്സരിക്കുന്നവരെ നിങ്ങൾക്ക് ഇസ്ലാമിക സമുദായത്തിലെ ഉമറിന്റെ കാലഘട്ടത്തിലെ ഒരു സാധാരണ മുസ്ലിമാകാൻ ഇനിയും നിങ്ങൾ എത്ര കാലം നോമ്പെടുക്കണം? ഇതാണ് നമ്മൾ ഈ സമുദായത്തിൽ ചോദിക്കേണ്ടത്. ഉമർ പ്രസംഗിക്കാൻ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയും നിങ്ങൾ കേൾക്കും, അനുസരിക്കും വേണം. ഒരു ചെറുപ്പക്കാരൻ നീച്ചിട്ട് പറഞ്ഞു, പള്ളിയില മിമ്പറിലെ പ്രസംഗ, മദീന പള്ളി ഇസ്ലാമിന്റെ കേന്ദ്ര പള്ളിയിൽ ഖലീഫ ഖതീബ ഇമാമ, ലാ സമഅൻ വലാ തഅ, കേൾക്കൂല അനുസരിക്കൂല. ഭയങ്കര വിഷയല്ലേ? എന്തൊരു ധൈര്യമാണ് ആ ചെറുപ്പക്കാരന്. എന്തേ നമുക്ക് ധൈര്യമില്ലാതെ പോയത്? പള്ളിയിൽ നീക്കണ്ട, നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ചോദിക്കൂടെ, സാഹിബേ എന്ത് കളിയാടോ താൻ കളിക്കുന്നത്? എന്നിട്ട് നീ മനുഷ്യന്മാരോട് ഇസ്ലാം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്ന് ചെവിട്ടിലെങ്കിലും ചോദിക്കേണ്ട. സെൽഫോണൊക്കെ ഉള്ള കാലല്ല സാഹിബേ, ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ നിനക്ക്? എന്നിട്ട് അയാളടുത്ത് ഫത്വയും ചോദിച്ച് നടക്കാൻ മാത്രം നിങ്ങൾ തരംതാണ് പോയോ? അദ്ദേഹത്തെ കാണുമ്പോൾ വന്നിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ നാണമാകുന്നില്ലേ? ആ കൈ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ അർഹതപ്പെട്ട കൈയാണോ? നിങ്ങളുടെ കൈ അതിനേക്കാൾ വിശുദ്ധമല്ലേ? നിങ്ങൾ എൻ്റെ സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാർ അത്രയും വൃത്തികേടായിട്ടില്ലല്ലോ. നിങ്ങളുടെ വിശുദ്ധമായ കയ്യിൽ ആ വൃത്തികെട്ട പണ്ഡിതന്റെ കൈ വെക്കാൻ, പണ്ഡിതന്മാരുടെ കൈ വെക്കാൻ, സമുദായ നേതാക്കന്മാരുടെ കൈ വെക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? നിങ്ങളെ തൊലി ഉരിഞ്ഞു പോവില്ലേ ആ കൈ നിങ്ങളുടെ കയ്യിൽ വന്ന് വീഴുമ്പോൾ? എന്നിട്ട് നിങ്ങൾ ആ കയ്യിൽ ചുംബിക്കാൻ മാത്രം അതപ്പതിച്ചു പോയോ? നിങ്ങൾക്ക് ഈ തെരുവിൽ ഭിക്ഷയാചിക്കുന്ന സാധാരണക്കാരന്റെ കൈ ചുംബിച്ചുകൂടെ? ഈ പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരന്റെ കയ്യിലെ തഴമ്പിൽ ചുംബിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൂടെ? അതിനേക്കാൾ ആ ചുംബനത്തെക്കാൾ ഇതല്ലേ മാതൃകാപരമായ ചുംബനം? നിങ്ങൾ എന്തായി പോയി കൂട്ടരെ? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കേൾക്കൂ.